എല്ലാവർക്കും നമസ്കാരം. DJ ഡയറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നവർക്കായി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തേക്കുന്നത്. അതായത് തിരുവനന്തപുരം സെൻട്രൽ KSRTC ബസ് സ്റ്റേഷനിൽ ഏതൊക്കെ ബസ്, അതായത് ഏതൊക്കെ സ്ഥലങ്ങളിലേക്കുള്ള ബസ് ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഏതൊക്കെ സൈഡിൽ നിന്ന് പുറപ്പെടുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തിരുവനന്തപുരം സെൻട്രലിനെ സംബന്ധിച്ച് ഏറ്റവും അഡ്വാൻറ്റേജ് ആയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷൻ. ഈ വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നാണ്. അതായത് നേരെ ഓപ്പോസിറ്റ് നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്നൊന്ന് പുറത്ത് റോഡിലേക്ക് ഇറങ്ങി നമുക്ക് ക്രോസ് ചെയ്താൽ നമുക്ക് നേരെ സെൻട്രൽ ബസ് സ്റ്റേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രണ്ടിലത്തെ ബസ് സ്റ്റാൻഡ്, അതായത് ആ ഒരു ബസ് ബേയിൽ നിന്ന് നെയ്യാറ്റിൻകര, കളിയിക്കവള, പൂവാർ ആ ഒരു ഭാഗത്തേക്കുള്ള ബസ്സുകളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ സിറ്റി സർക്കുലർ ബസ്സസും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കരമന ഭാഗത്തേക്കൊക്കെ പോകുന്നെങ്കിൽ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്ത് നിന്നാലേ നമുക്ക് അവിടേക്കുള്ള ബസ്സുകൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരം ഫുള്ളായി തിരുവനന്തപുരം സിറ്റി സർക്കുലർ സർവീസാൽ കണക്ട് ആകുന്നതിനാൽ എല്ലാ സിറ്റി സർക്കുലർ ബസ്സും നമുക്ക് ഈ ഒരു ബസ്സിൻ്റെ ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഇത്രയും ഭാഗത്തു നിന്നുള്ള ബസ് അല്ലാതെ നമ്മൾ ഈ തമിഴ്നാട്ടിലേക്കുള്ള ലോങ് സർവീസ് SETC ബസ്സുകളെല്ലാം ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് പുറപ്പെടുന്നത്. ചെന്നൈ, ബാംഗ്ലൂർ, വെല്ലൂർ, ഊട്ടി തുടങ്ങിയ ബസ്സുകളെല്ലാം ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. മാത്രമല്ല, കന്യാകുമാരി ജില്ലയിലേക്കുള്ള കുളച്ചൽ, പേച്ചിപ്പാറ, തൃപ്പരപ്പ്, തേങ്ങാപ്പട്ടണം, കൊല്ലങ്കോട് തുടങ്ങിയ സ്ഥലത്തേക്കുള്ള ബസ്സുകളും ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തു നിന്നാണ് ആരംഭിക്കുന്നത്. ഈ കുളച്ചൽ, തൃപ്പരപ്പ്, പേച്ചിപ്പാറ തുടങ്ങിയ കന്യാകുമാരി ജില്ലയിലേക്കുള്ള ബസ്സുകളൊക്കെ നാഗർകോവിൽ ബസ്സുകൾ പുറപ്പെടുന്ന സ്റ്റാൻഡിൽ നിന്ന് തന്നെ സൂപ്പർ സീനിയോറിറ്റി ബേസിൽ ആരംഭിച്ചാൽ വളരെ നല്ലതായിരിക്കും. ആ ബസ്സുകൾക്ക് കളക്ഷനും കൂടും, യാത്രക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ അവിടെ നിന്ന് ആ ഒരു യാത്രാ സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കും. തിരുവനന്തപുരത്ത് നിന്ന് തലക്കുളത്തേക്കുള്ള ബസ് യാത്രയും കുളച്ചലിലേക്കുള്ള ബസ് യാത്രയും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി, ഞാൻ ഇട്ടിട്ടുണ്ട്, കാണുക. അപ്പോൾ നമുക്കിനി ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗത്തോട്ട് കയറുന്ന ആ ഒരു സൈഡാണ്. അതായത് അത് ഒരു സെക്ഷനായിട്ടാണ് പിരിച്ചേക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗത്തോട്ട് കയറുന്നതും ആ ഒരു സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് നാഗർകോവിലേക്ക് പോകുന്ന ബസ്സുകൾ, അതായത് നാഗർകോവിലേക്ക് പോകുന്ന ബസ്സുകളുടെ പാർക്കിംഗ് സ്പേസ് ആണ് അവിടെ. സെൻട്രൽ ബസ് സ്റ്റാൻഡിൻ്റെ വെളിയിൽ, അതായത് ശ്രീകുമാർ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് നിന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട് സൈഡിലോട്ടുള്ള ലോക്കൽ ബസ്സസും പിന്നെ വിഴിഞ്ഞത്തേക്കുള്ള ബൈപ്പാസ് വഴി പോകുന്ന ബസ്സസ് എല്ലാം സർവീസ് ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നാഗർകോവിൽ ബസ് പുറപ്പെടുന്ന ഒരു സൈഡിലാണ് നിൽക്കുന്നത്. ബസ് സ്റ്റാൻഡ് ഉള്ളിലോട്ട് കയറുന്ന ആ ഒരു സൈഡിലാണ് നാഗർകോവിൽ ബസ്സസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സീനിയോറിറ്റി ബേസിലാണ് നാഗർകോവിൽ ബസ്സസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഒരു KSRTC പോകുമ്പോൾ അടുത്തൊരു തമിഴ്നാട് ബസ്സുകളുടെ അവൈലബിലിറ്റി അനുസരിച്ച് അവിടെ നിന്ന് ബസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ KSRTC ബസ്സൊന്നും കിടപ്പില്ല. ഇപ്പോൾ തമിഴ്നാട് ബസ് ഇപ്പോൾ ഒരെണ്ണം പോകുമ്പോൾ അടുത്ത KSRTC ആണെങ്കിൽ അടുത്ത ട്രിപ്പ് പോകുന്നത് KSRTC ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ നിന്ന് നാഗർകോവിലേക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത തിരുവനന്തപുരം സെൻട്രൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ SETCയുടെ ഒരു റിസർവേഷൻ കൗണ്ടർ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ബസ്സിൻ്റെ സമയവും ബുക്കിംഗ് ടൈമെല്ലാം അവിടെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാട്ടാക്കട വഴി വെള്ളട, നെയ്യാടം ഭാഗത്തേക്കുള്ള ബസ്സുകൾ യഥാക്രമം പ്ലാറ്റ്ഫോം നമ്പർ 1, 2, 3 എന്നിവയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് അമ്പൂരി സൈഡിലേക്കുള്ള ബസ്സുകളും 5-ാം നമ്പർ, 6-ാം നമ്പർ, 7-ാം നമ്പർ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നെടുമങ്ങാട്, വിതുര, പാലോട് സൈഡിലേക്കുള്ള ബസ്സുകളുമാണ് പുറപ്പെടുന്നത്. 1 മുതൽ 10 വരെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ തിരുവനന്തപുരത്തെ മലയോര പ്രദേശങ്ങളിലേക്കുള്ള ബസ്സുകളാണ്. അതായത് കാട്ടാക്കട, നെടുമങ്ങാട്, ആര്യനാട്, പാലോട്, വിതുര പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകളാണ് ആരംഭിക്കുന്നത്. 10-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശിയിലേക്കുള്ള സർവീസുകൾ ആരംഭിക്കുന്നത്. 12-ാം നമ്പർ പ്ലാറ്റ്ഫോം മുതൽ 16-ാം നമ്പർ വരെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കൊല്ലം, എറണാകുളം വഴിയുള്ള ബസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തത്. കൊല്ലത്തേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചർ, കൊല്ലം, എറണാകുളം വഴിയുള്ള ദീർഘദൂര ബസ്സുകളെല്ലാം 12 മുതൽ 17 വരെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ആരംഭിക്കും.
18ാമത്തെ നമ്പർ പ്ലാറ്റ്ഫോം മുതൽ 23ാം നമ്പർ പ്ലാറ്റ്ഫോം വരെ കൊട്ടാരക്കര വഴിയുള്ള ദീർഘദൂര ബസ്സസ്സാണ് ആരംഭിക്കുന്നത്. അതായത് കൊട്ടാരക്കര, കോട്ടയം ആ ഒരു സൈഡിലായിട്ടുള്ള കോട്ടയം വഴി പോകുന്ന ദീർഘദൂര സർവീസുകളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ആരംഭിക്കുന്നത്. അവസാനത്തെ 2 പ്ലാറ്റ്ഫോമായ 24, 25 ആ ഒരു സൈഡിൽ നിന്നാണ് പത്തനംതിട്ട, അതായത് ആയൂർ, അഞ്ചൽ, പത്തനംതിട്ട, കുമിളി ആ ഒരു ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ 24, 25 പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മാത്രമല്ല ഇതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് ആ ബസ് സ്റ്റാൻഡിൽ ഓരോ പ്ലാറ്റ്ഫോമിലും ഏതെല്ലാം ബസ്സസ് ഏതെല്ലാം സൈഡിലോട്ട് പോകുന്നു എന്ന് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശിയിലേക്ക് പോകുന്ന ബസ്സുകളുടെ സമയവിവരമാണ്. പിന്നെ നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഡോർമെട്രി സൗകര്യമുണ്ട്. വളരെ മിതമായ നിരക്കിൽ ഡോർമെട്രി സൗകര്യം ലഭ്യമാണ്. അതായത് നമ്മൾ രാത്രി എങ്ങാനും ഇവിടെ എത്തിപ്പെട്ടാൽ നമുക്ക് സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ തങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഈ ഒരു ബസ് സ്റ്റേഷനിൽ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര വരുന്നുണ്ടെങ്കിൽ അർദ്ധരാത്രി തിരുവനന്തപുരം സെൻട്രലിനുള്ളിൽ വന്ന് ഇറങ്ങിയാൽ പേടിക്കേണ്ട യാതൊരു കാര്യമേ ഇല്ല. ഇവിടെ എല്ലാ അക്കോമഡേഷൻ ഫെസിലിറ്റീസും എല്ലാം ഈ ഒരു ബസ് സ്റ്റാൻഡിനുള്ളിൽ തന്നെ ലഭ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മാക്സിമം എല്ലാം കവർ ചെയ്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി KSRTC ബസ്സസിലെ ആ ഒരു യാത്രാ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. മാത്രമല്ല ഇതുപോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ബസ് സ്റ്റാൻഡ്സിനെ പറ്റിയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ എവിടെ നിന്ന് ഏതൊക്കെ ബസ്സൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ള വീഡിയോയും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.